മീഡിയസിലേക്ക് സ്വാഗതം. പുഷ്പ 2ന്റെ 7 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ റെക്കോർഡ് കളക്ഷനോടുകൂടി സിനിമ മുന്നോട്ട് പോകുന്നു. ഫാസ്റ്റസ്റ്റ് 1000 ക്രോറിലേക്ക് സിനിമ 6 ദിവസം കൊണ്ട് തന്നെ എത്തി. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പുഷ്പ 2ന്റെ 7ാം ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ ഇന്ന് പുറത്ത് വിടുമ്പോൾ 1067 കോടിയാണ് ഈ സിനിമ നേടിയിരുന്നത്. അതായത് നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ചത് 1070-72 കോടി ആയിരിക്കുമെന്നുള്ളതാണെങ്കിൽ 1067 കോടിയിലാണ് സിനിമ എത്തി നിൽക്കുന്നത്. 6ാം ദിവസം കൊണ്ട് 1002 കോടി നേടി ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഇന്ത്യൻ സിനിമകളിൽ 1000 കോടി നേടുന്ന സിനിമയായി മാറുകയായിരുന്നു പുഷ്പ 2. പുഷ്പ എന്ന സിനിമയുടെ ബഡ്ജറ്റ് 500 കോടിയാണ്. സിനിമ വിജയിക്കണമെങ്കിൽ 1100 കോടി 1150 കോടി ആ റേഞ്ചിലേക്ക് വരണം മിനിമമായിട്ട്. ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് നാളത്തോടെ സിനിമ ഒരു ക്ലീൻ ഹിറ്റ് എന്നുള്ള സ്റ്റാറ്റസിലേക്ക് പോവുകയാണ്. അതായത് വലിയ മുതൽ മുടക്കിൽ വരുന്ന ഈ ഒരു ചിത്രം വിജയിക്കണമെങ്കിൽ അത്രത്തോളം കാശ് വേണം. നമ്മുടെ ഇവിടേക്ക് വരുന്ന 10 കോടി അല്ലെങ്കിൽ 8 കോടിക്ക് ഉള്ള മമ്മൂട്ടി സിനിമകൾ പോലുള്ള സിനിമകൾ വിജയിക്കണമെങ്കിൽ 16 കോടി വരികയും അതിന് മുകളിലേക്ക് കിട്ടിയാൽ സിനിമ വിജയിക്കുകയും ചെയ്തു. അതുതന്നെയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമുക്ക് മമ്മൂട്ടി സിനിമകളിൽ കാണാൻ കഴിഞ്ഞാൽ. ലോ ബഡ്ജറ്റിലാണ് മിക്ക സിനിമകളും വരുന്നത്. അതിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ 50, 60 തൊട്ട് 100 കോടി വരെയുള്ള കളക്ഷനാണ് വരുന്നത്. അപ്പോൾ വലിയ ലാഭത്തിലാണ് പോകുന്നത്. അല്ലു അർജുൻ്റെ സാലറി മാത്രമായിട്ട് 400 കോടി ആ റേഞ്ചിലൊക്കെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു കാര്യം. എന്തായാലും അത്രയും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും സിനിമയുടെ ബഡ്ജറ്റ് ഈ 500 കോടിയാണ് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ 1100 കോടിക്ക് മുകളിൽ വന്നാൽ സിനിമ ക്ലീൻ ഹിറ്റിലേക്ക് എത്തുകയും ഇനിയും അങ്ങോട്ടുള്ള യാത്ര അതിഗംഭീരം എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ ആഴ്ച ശനി ഞായറോട് കൂടി സിനിമ 1500 കോടിയിലേക്ക് എത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഫൈനൽ റണ്ണിംഗ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു 3000 കോടി അല്ലെങ്കിൽ 2700 കോടി ആ റേഞ്ചിലായിരിക്കണം സിനിമയുടെ ഫൈനൽ കളക്ഷൻ വരാൻ പോകുന്നത്. കാരണം ഇത്രയും വലിയ എമൗണ്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ അതാണ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എമൗണ്ട്. അതായത് ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും കാശ് മേടിക്കുന്ന ചിത്രമായിട്ട് ഈ സിനിമ മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഹിന്ദി ബിൽറ്റ് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത്ര തിരക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് വർക്കിംഗ് ഡേയ്സിൽ പോലും അമ്മാതിരി ഒരു തിരക്കാണ്. ഒരുപക്ഷെ തെലുങ്ക് സിനിമയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഹിന്ദിയിൽ ഈ സിനിമയുടെ ഓട്ടം എന്ന് തന്നെ പറയാം. അതായത് ഇന്നലെ മാത്രമായിട്ട് ഏകദേശം 65 കോടി സിനിമ കിട്ടിയപ്പോൾ അതിൽ 30 കോടിക്ക് മുകളിലും ഹിന്ദി ബെൽറ്റിൽ നിന്ന് തന്നെയാണ് വന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളമാണ് അവിടെ ഈ സിനിമ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്നുള്ളത്. എന്തായാലും ഇന്നത്തേതോടെ സിനിമ 1150 അല്ലെങ്കിൽ 1130 ആ റേഞ്ചിലേക്കൊക്കെ എത്തുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.